ഹലോ, വെൽക്കം ബാക്ക്. എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലൊരു സംഭവമാണ് എനിക്കും ഉണ്ടായത്. പക്ഷേ എലിയല്ല ഇവിടുത്തെ താരം, പാമ്പാണ്. സാക്ഷാൽ പാമ്പ്. പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ എൻ്റെ പൂന്തോട്ടമെല്ലാം വൃത്തിയാക്കി വെട്ടിമാറ്റി. അതിനുശേഷം ഇപ്പോൾ മുളക് നട്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് അത് നട്ടു വളർത്തും. പക്ഷെ പിന്നീട് അത് നമ്മുടെ ചുറ്റുവട്ടമുള്ളവർക്കും ജീവന് പോലും ഹാനികരമാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ പാടെ വെട്ടിക്കളയും. അങ്ങനെ ഒരു ഇൻസിഡൻ്റാണ് എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എൻ്റെ ഈ ബാക്ക് ഗാർഡനിൽ ഈ ഒരു ചെടിയെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാങ്ങിങ് ചെടിയാണ്. ഇത് ഞാൻ ഇങ്ങനെ പടർത്തിയിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്? ഇവിടെ പണ്ടേ നമുക്കുള്ള ഒരു ആത്തയുണ്ട്, ഒരു ലൗലോലി മരമുണ്ട്, പിന്നെ ഒരു കൊടിയുണ്ട്, കുരുമുളക് കൊടിയുണ്ട്. ഇതൊക്കെ പണ്ടേ ഇവിടെ നമ്മൾ നട്ടിരിക്കുന്നതാണ്. ഇതിനെ ഒന്നും കളയാൻ എനിക്ക് താല്പര്യമില്ല. എന്നാൽ ഈ സ്ഥലം വെറുതെ കിടക്കുകയും ചെയ്യുന്നു, കാട് പിടിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെടി ഇങ്ങനെ പടർത്തിയത്. പടർത്തിക്കഴിഞ്ഞ് ഇത് നല്ല രീതിയിൽ വളർന്നു വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് ശരിക്കുള്ള കാര്യം മനസ്സിലായത്. ഈ ചെടിയുടെ ഇലയുടെയും മണ്ണിൻ്റെയും കൂടി ഇടയ്ക്കുള്ള ആ ഗ്യാപ്പിൽ പാമ്പ് കയറി കിടക്കുന്നു. വളരെ ഭയാനകമായ ഒരു സംഭവമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ ഈ വഴി വന്നപ്പോൾ, ഇതാണ് നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്ന വഴി, ഇതിലേ വന്നപ്പോൾ ഇതേ ഒരാൾ ഇതിനകത്തുനിന്ന് തലപൊക്കി എന്നെ നോക്കി. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മൾ വലിയ ആഗ്രഹിച്ചും നമ്മൾ എഫേർട്ട് എടുത്തും എല്ലാം നട്ടു വളർത്തും. പക്ഷെ പിന്നീട് നമുക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണെന്ന് കാണുമ്പോൾ അത് വെട്ടിക്കളയാതെ യാതൊരു മാർഗവും ഇല്ല. അങ്ങനെ വളരെ സങ്കടത്തോടുകൂടിയാണെങ്കിൽ പോലും എൻ്റെ ഈ ചെടികളെല്ലാം ഇന്ന് ഞാൻ ഇവിടുന്ന് വെട്ടിമാറ്റുവാണ്. അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് പാമ്പ് കയറി കിടക്കും. ജോക്കുട്ടനാണെങ്കിൽ സ്ഥിരം ഇതിനകത്തൂടെയാണ് നടപ്പ്. ഇത് മാറ്റിയല്ലാതെ വേറൊരു മാർഗമില്ല. കഴിഞ്ഞ ദിവസമേ കോഴിക്കോടിൻ്റെ സൈഡിലും ഇങ്ങനെ ഒരാൾ വന്നു. അതോടുകൂടി കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായി. പോയി. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചായിരിക്കും വെച്ച് പിടിപ്പിക്കുന്നതും അതിനെ വളർത്തിക്കൊണ്ട് വരുന്നതും ഒക്കെ. പക്ഷേ ബാക്കി എല്ലാവർക്കും നമ്മുടെ ജീവന് ഹാനിയാണെന്ന് കാണുമ്പോൾ പിന്നെ ഇത് വെട്ടിമാറ്റുക തന്നെ, വേറൊരു മാർഗമില്ല. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി നമ്മളെല്ലാം മുറിച്ച് കളയുകയാണ്. ചേട്ടൻ വന്നു. അപ്പം ചേട്ടൻ കൂടി എനിക്ക് സഹായമാണ്. ചെടിയെ മുഴുവനും വെട്ടിമാറ്റി. അതിൻ്റെ കിഴങ്ങുകളാണ് കാണേണ്ടത്. എന്നാ വലിയ കിഴങ്ങാണ് ഇത്! വലിയ ഇഞ്ചി പറിക്കുന്ന പോലെയുണ്ട്. പാമ്പിനെ പേടിച്ചിട്ടുള്ള ഒരു ഒറ്റ ഓട്ടമായിരുന്നു. അതോടുകൂടി അന്നത്തെ ദിവസം തന്നെ ഈ നിലത്ത് പറ്റിക്കിടക്കുന്ന എല്ലാ ചെടിയും മാറ്റി. അങ്ങനെ ഇതൊരു കുറച്ച് സമയമെടുത്ത് മാറ്റി എടുക്കാൻ. നിലത്ത് പറ്റിക്കിടക്കുന്ന ചെടി ഇനി കുറച്ചുകൂടി ഉള്ളൂ. അതുകൂടെ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലിയറായി. ഞാൻ ഈ വഴിക്ക് വന്നപ്പോൾ പാമ്പ് ഈ വഴിക്ക് വന്നു. അപ്പം ഞങ്ങൾ ഫേസ് ടു ഫേസ് കണ്ടു. അതോടുകൂടി നമ്മുടെ ഈ ഏരിയയിലേക്കുള്ള എല്ലാ ചെടികളെയും നമ്മൾ പറിച്ചു മാറ്റി. ഇനി കുറച്ച് ഏരിയ കൂടെ വൃത്തിയാക്കാനുണ്ട്. പാമ്പിനെ പേടിച്ച് നമ്മുടെ ഈ ഏരിയ എല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു. ഇവിടെ നിലത്തോട് പറ്റിക്കിടന്ന എല്ലാ ചെടികളും മാറ്റി. പിന്നെ ഇവിടെ പച്ചക്കറികളുടെ സ്ഥലമായി മാറി. ഈ ഏരിയ എല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെ വൃത്തിയാക്കി എടുത്തതാണ്. ഇവിടെ നമ്മുടെ ഒരു വലിയ ലൗലോലി മരം നിൽപ്പുണ്ട്. അതിൽ നിന്നുള്ള കായാണ് ഈ വീഴുന്നതെല്ലാം. ഇതെല്ലാം മുളകുകൾക്ക് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന ഏരിയ. പാമ്പുകളെ പേടിച്ച് ചെടികൾ വെട്ടിമാറ്റി ഈ ഏരിയയിലും നമ്മൾ നട്ടിരിക്കുന്നത് മുളകാണ്. കോഴിക്കാരം, ചാണകം, പിന്നെ സൂഡോമോണസ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത മണ്ണിലാണ് നമ്മളിത് നടുന്നത്. ഇത് ഈ ഏരിയ മുഴുവൻ നമ്മൾ മുളകിനുള്ള ഏരിയ ആക്കി. അങ്ങനെ ഇത്രയും മുളകും ഈ ഏരിയയിലാക്കി.
അപ്പോൾ പാമ്പുകളെ ഇനി പേടിക്കണ്ട. കാരണം ഇതിനകത്തൂടെ നമ്മൾ ഡെയിലി നടക്കും, വെള്ളം ഒഴിക്കും, ഏത് ദിവസവും വരും, ഏത് സമയം വരുമല്ലോ. ഒരു അൺനോട്ടീസബിളായിട്ട് ഇടത്തില്ല. പച്ചക്കറികൾ എന്ത് നട്ടാലും നമ്മൾ അതിനകത്തൂടെ യൂഷ്വലി ഡെയിലി വരും. ഇനിയുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോർഷൻ, അതായത് നമ്മുടെ വെള്ളം ഒഴിക്കൽ. ഇവരുടെ ദേഹത്തൊന്നും വീഴാതെ സ്പ്രിങ്കിൾ ചെയ്ത് ഇടയ്ക്കൂടെ ഒഴിക്കുക. വെള്ളമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. വെള്ളമില്ലെങ്കിൽ ഇവരൊന്നും ഇല്ല. പച്ചക്കറികളാകുമ്പോഴേ നമ്മൾ ഡെയിലി വരും, വെള്ളം ഒഴിക്കും, വളമിടും. പിന്നെ ഇതെല്ലാം നിലത്തുനിന്ന് ഒരു കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അങ്ങനെ ആകുമ്പം പാമ്പിനൊന്നും കയറി ഒളിച്ചിരിക്കാൻ ഒരവസരവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അങ്ങനെ നല്ലൊരു പാഠവും പഠിച്ചു. വീടിനോട് ചേർന്ന് നിലത്ത് പതിഞ്ഞു കിടക്കുന്ന ഒരു ചെടി പോലും നട്ടേക്കരുത്. അതിനിടയ്ക്ക് പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ നല്ലൊരു വാസസ്ഥലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ എൻ്റെ പച്ചപ്പും ഹരിതാപവും ഒക്കെ മാറ്റി ഇതേ ഇങ്ങനെയായി. എല്ലാം വെട്ടിമാറ്റി. ഒരു പാമ്പ് വന്ന വഴിയാണത്.